CPM-നെ തോൽപ്പിക്കാൻ എളുപ്പമാണ്, പക്ഷെ തോറ്റെന്നവരെ ബോധ്യപ്പെടുത്താൻ ഭയങ്കര പാടാണ്. ഇനിയിപ്പോൾ അങ്ങനെ പറയുമെന്ന് എനിക്ക് അറിയില്ല ഈ തോൽവിക്ക് ശേഷവും. അത് അന്ന് ഉപയോഗിച്ച ഒരു വാചകമാണ് അല്ലേ, ശരിയല്ലേ? അപ്പോഴും ന്യായീകരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നിലമ്പൂരത്ത് ഇത്രയും വലിയ തോൽവി ഉണ്ടായിട്ട്. അതിൽ മാത്രമേ എന്റെ ചെറിയ കണക്ക് തെറ്റിയുള്ളൂ. 1 ഡസൻ മന്ത്രിമാർ തോക്കുമെന്ന് പറഞ്ഞിട്ട് അതിൽ കൂടുതൽ മന്ത്രിമാർ തോറ്റു. ചെറുതായിട്ട് എന്റെ കണക്ക് തെറ്റി. ഞാൻ 100-ലധികം സീറ്റ് എന്ന് പറഞ്ഞപ്പോൾ എന്നെ ഒരുപാട് പേര് പരിഹസിക്കുകയും അധിക്ഷേപിക്കുകയും ആക്ഷേപിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മളൊരു കണക്ക് പറഞ്ഞത് ഞങ്ങൾ നടത്തിയ പ്രവർത്തനങ്ങൾ, നിങ്ങൾ കണ്ട പ്രവർത്തനങ്ങൾ, അത് കൂടാതെ ഞങ്ങൾ വളരെ നിശബ്ദമായി നടത്തിയ ഒരു പ്രവർത്തനങ്ങളുണ്ടായി. 2001-ൽ ഞങ്ങൾ ഈ ചുമതല ഏറ്റെടുത്തപ്പോൾ ഞങ്ങൾ പൊളിറ്റിക്കൽ അനാലിസിസ് നടത്തി. 2001-ൽ കിട്ടിയ ഉജ്ജ്വലമായ വിജയം പിന്നെ 2004 പോലില്ല. 2011-ൽ ജയിച്ചെങ്കിലും 72 സീറ്റോടുകൂടിയാണ് ജയിച്ചത്. UDF-ന്റെ ഭാഗത്തുണ്ടായിരുന്ന ഒരുപാട് ശക്തികൾ, ഒരുപാട് ഗ്രൂപ്പുകൾ, സോഷ്യൽ ഗ്രൂപ്പുകൾ UDF-നെ വിട്ടുപോയി. ഞങ്ങൾ വളരെ നിശബ്ദമായി നടത്തിയ പ്രവർത്തനത്തിലൂടെ അവരെ എല്ലാവരെയും ഞങ്ങൾ തിരിച്ചു കൊണ്ടുവന്നു. കുറച്ചുപേരും കൂടി ഉണ്ട്, മുഴുവനായില്ല, ഒരു 90% ആയല്ലോ. ഞാൻ 100 ടാർഗറ്റ് ചെയ്തിട്ട് 90 ആയില്ല, കുറച്ചുപേരും കൂടി ഉണ്ട്. അവരുകൂടി UDF-ലേക്ക് വരും. പുതിയ തലമുറ UDF-ന്റെ കൂടെ നിൽക്കും. ഇനി എന്തുമാത്രം വിസ്മയങ്ങൾ ഉണ്ടായി തെരഞ്ഞെടുപ്പിന് മുമ്പ്. ഞങ്ങൾ തന്നെ അവസാനിപ്പിച്ചാണ്, ഞങ്ങളെ കൊണ്ട് പറ്റുന്നില്ലായിരുന്നു. ഒരു സ്റ്റേജ് എത്തിയപ്പോ ഞങ്ങൾ ആലോചിച്ചിട്ട് പറയും ഇനി വേണ്ടാന്ന് പറഞ്ഞു. ഇപ്പൊ അമ്പലപ്പുഴയിൽ ഒരു വിസ്മയം ഉണ്ടായില്ലേ, തളിപ്പറമ്പിലും പയ്യന്നൂരിലും വിസ്മയം നടന്നില്ലേ? തളിപ്പറമ്പിലും പയ്യന്നൂരും ഒക്കെ നിങ്ങളോടൊരു 3 മാസം മുമ്പ് പറഞ്ഞാൽ നിങ്ങൾ കളിയാക്കില്ലായിരുന്നു. ഞങ്ങൾ പറഞ്ഞില്ല, ഞങ്ങൾക്ക് 1 വർഷമായിട്ട് അറിയാം. ഞാൻ എന്ന് മുതലാണ് വിസ്മയം എന്ന് പറഞ്ഞത് അന്ന് മുതൽ ഞങ്ങൾക്കറിയാം അവിടെ നടക്കുന്ന കാര്യങ്ങളെക്കുറിച്ചെല്ലാം. കണ്ണൂരിലെ ജനത എങ്ങനെയാണ് പ്രതികരിച്ചത്? കേരളത്തിലുടനീളം അതുകൊണ്ട് കണ്ണൂരിൽ അത് എവിഡന്റായി അല്ലേ? അമ്പലപ്പുഴയിൽ G. സുധാകരനെ പോലുള്ള ഒരാളെ ഞങ്ങൾ ഹൃദയപൂർവ്വമാണ് സ്വീകരിച്ചത്, വളരെ അഭിമാനത്തോടു കൂടിയാണ് സ്വീകരിച്ചത്. എത്ര വലിയ വിജയമാണ് അദ്ദേഹം നേടിയത്. നമ്മൾ പറയില്ല, അവരൊരു മുന്നണിയിൽ നിൽക്കുമ്പോൾ ഞങ്ങൾ അവരെക്കുറിച്ച് ഒരിക്കലും പറഞ്ഞിട്ടില്ല അവരിങ്ങോട്ട് വരാൻ പോവാണെന്ന്. ഞങ്ങൾ രാഷ്ട്രീയ മര്യാദകൾ കാണിച്ചിട്ടുണ്ട് ഇല്ലേ? അവരപ്പുറത്തൊരു മുന്നണിയിൽ നിൽക്കുമ്പോൾ അവരുടെ വിശ്വാസ്യതയെ തടസ്സപ്പെടുത്തുന്ന ഒന്നും നിന്നിട്ടില്ല. അത് അവരുടെ തീരുമാനമാണ് UDF-ലേക്ക് വരണോ വേണ്ടതെന്ന്. ഞങ്ങളുടെ വാതിൽ തുറന്നാണ് വെച്ചിരുന്നത്, പക്ഷെ അവർ വന്നില്ല. അത് അവരുടെ രാഷ്ട്രീയ തീരുമാനം അല്ല, അതല്ല, അതൊക്കെ പിന്നീട് UDF ഒക്കെ ചർച്ച ചെയ്യേണ്ട കാര്യങ്ങളല്ലേ. ഇപ്പൊ അതൊന്നും ഒരു പ്രയോറിറ്റികളിൽ ഇല്ലല്ലോ, മുൻഗണനയിൽ അതൊന്നും ഇല്ല. മാത്രമല്ല ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന കേരള കോൺഗ്രസ് 8-ൽ 7 സീറ്റും ജയിച്ചു ഇല്ലേ? അനൂപ് ജേക്കബ് ജയിച്ചത് 45,000 വോട്ടിനാണ്. കേരള കോൺഗ്രസ് ജേക്കബ് ഗ്രൂപ്പിലെ അനൂപ് ജേക്കബ് ജയിച്ചത് അല്ലേ? അപ്പൊ ഞങ്ങൾ ഘടകകക്ഷിയല്ലേ. ലീഗ് എത്ര സീറ്റാണ് ജയിച്ചത്? ഞങ്ങൾ ഘടകകക്ഷികളൊക്കെ ചേർത്ത് പിടിച്ചു. ഘടകകക്ഷി എന്നൊന്നും ഇനി പറയാൻ ആരും സമ്മതിക്കില്ല. ഞാൻ തന്നെ ഇപ്പൊ ഏതെങ്കിലും യോഗത്തിൽ പോയി UDF എന്ന് പറഞ്ഞപ്പോൾ ചൂടാവുകയാണ്. സാർ ടീം UDF എന്ന് പറയാനാ പറഞ്ഞു. ഞാൻ ടീം UDF എന്ന് പറഞ്ഞത് നിലമ്പൂർ ഇലക്ഷന് ശേഷമാണ്. ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഓരോ വാക്കും. ടീം UDF എന്ന് പറഞ്ഞിട്ടുള്ളത്, 100-ലധികം സീറ്റ് എന്ന് പറഞ്ഞിട്ടുള്ളത്, സെക്യുലർ സ്റ്റാൻഡ് എടുത്തിട്ടുള്ളത്, വിസ്മയങ്ങൾ ഉണ്ടാകും എന്ന് പറഞ്ഞതെല്ലാം ബോധ്യത്തിന്റെ അടിസ്ഥാനത്തില്ല. വേണ്ടാത്തൊരു വാക്കും പറഞ്ഞിട്ടില്ല. പക്ഷെ ഒരുപാട് പരിഹസിക്കപ്പെട്ടു. സാരമില്ല, അത് രാഷ്ട്രീയ രംഗത്ത് നിൽക്കുന്ന എല്ലാവർക്കും അതൊക്കെ ഉണ്ടാവും. എനിക്കതിൽ സങ്കടമൊന്നുമില്ല. പുതിയുഗ യാത്രയിൽ ഞങ്ങൾ ഞങ്ങളുടെ പ്രവർത്തകരോട് പറഞ്ഞത് നിങ്ങൾ കേട്ട് കാണുമല്ലോ. ഉത്തമരായ കമ്മ്യൂണിസ്റ്റുകാരെ കാണുമ്പോൾ ചിരിച്ചോളാൻ പറഞ്ഞു, ഇടതുപക്ഷ സഹയാത്രികരെ കാണുമ്പോൾ ചേർത്ത് പിടിച്ചോളാൻ പറഞ്ഞു. അപ്പൊ എല്ലാവരും ഇങ്ങനെ നോക്കിയിരുന്നപ്പോൾ പറഞ്ഞു അവര് നമുക്കാ വോട്ട് ചെയ്യാൻ പോണെന്ന്. ഗുഡ് കമ്മ്യൂണിസ്റ്റ്, ഗുഡ്, ഉത്തമ കമ്മ്യൂണിസ്റ്റ്, ആണ് ഉത്തമ കമ്മ്യൂണിസ്റ്റുകാർ. പിന്നെ ഇടതുപക്ഷ സഹയാത്രികരായി 3-4 പതിറ്റാണ്ടുകളായി കേരളത്തിൽ സഞ്ചരിച്ചവർ. ഞാൻ പറഞ്ഞല്ലോ, അവര് തീവ്ര വലതുപക്ഷമാണ്. ഞങ്ങളാണ് നെഹ്റുവിയൻ ഇടതുപക്ഷം എന്ന് ഞങ്ങൾ കേരളത്തോട് പറഞ്ഞത്. പൂച്ച പെറ്റ് കിടക്കുന്ന ഖജനാവാണ് ഞങ്ങളിലേക്ക് കൈമാറുന്നത് അവര്, ആണല്ലോ. ആ ഖജനാവിനെ ശക്തമായ സാമ്പത്തിക നടപടികളിലൂടെ, മികച്ച ഫിനാൻസ് മാനേജ്മെന്റിലൂടെ, ആസൂത്രണ മികവാർന്ന നികുതി ഭരണത്തിലൂടെ ഖജനാവിന്റെ ചോർച്ച അടച്ച് സമ്പദ് വ്യവസ്ഥയെ ഉത്തേജിപ്പിച്ച് പൂച്ച പെറ്റ് കിടക്കുന്ന ഖജനാവ് ഞങ്ങൾ നിറയ്ക്കും. സംശയമൊന്നും വേണ്ട.